ശ്രമങ്ങൾ ലോകത്ത് നടക്കും എന്ന് ഖുർആൻ എടുത്തു പറയുകയാണ്. കുഫറിലേക്ക്, ഷിർക്കിലേക്ക്, അല്ലെങ്കിൽ ഇൽഹാദിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, നാസ്തികതയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന ചിന്തകൾ നമ്മുടെ എഴുത്തുകളിലും പരിസരങ്ങളിലും നമ്മുടെ കുട്ടികൾ, നമ്മൾ ഒക്കെ വായിക്കാനും കേൾക്കാനും കാണാനും ഒക്കെ നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ, അവസരങ്ങളുണ്ടാകുമ്പോൾ അതിന് തിരിച്ചൊരു ക്വസ്റ്റ്യൻ, ആ ഒരു വിഷയത്തെ അനലൈസ് ചെയ്യാനുള്ള, അതിനെ കീറിമുറിച്ചതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള ഒരു അറിവ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ കാര്യം വളരെ അപകടത്തിലായിരിക്കും. പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ്, ഇത്രമേൽ ഹക്കീമായ അല്ലാഹു ജല്ല ജലാലു ദീനിൻ്റെ, ശരീഅത്തിൻ്റെ ഓരോ പ്രമാണവും, ഓരോ നിയമവും, ഓരോ വീക്ഷണവും വളരെ വ്യക്തമാണ്, സുതാര്യമാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് മാത്രമുള്ളതാണ്. മനുഷ്യനെ ഉപദ്രവമായി മാറുന്ന എല്ലാ ചിന്തകളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്താൻ വിശുദ്ധ ഇസ്ലാമിൻ്റെ സംവിധാനത്തിനെ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ വിശുദ്ധ ദീൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാവാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൈകളിൽ വരുന്ന, മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന ശക്തി അത് മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു തരേണ്ടത് ദീനിൻ്റെ ദൗത്യമാണ്. അത് സയൻസിന് പറയാൻ കഴിയില്ല, അത് അവരുടെ വിഷയവുമല്ല. ഒരു കത്തി കൊണ്ട് മറ്റൊരാളെ അതിക്രമിക്കാൻ പാടില്ലെന്ന്, അത് അടുക്കളയിൽ മനുഷ്യൻ്റെ ആഹാര വ്യവഹാരങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നും അല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങൾക്കുള്ളതാണെന്നും ഒരു മനുഷ്യനെയും ഇതുകൊണ്ട് ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞു കൊടുക്കുന്നത് ദീൻ മാത്രമാണ്. സ്കൂളുകൾക്കത് പറയാൻ സ്കോപ്പില്ല, അവർക്കത് പഠിപ്പിക്കാൻ കഴിയില്ല. ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ, ആറ്റം ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ മനുഷ്യനെതിരെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യനുണ്ടാക്കി വെച്ച പുരോഗതിക്കെതിരെ അതിനെ തമസ്കരിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ഇത് ഉപയോഗിക്കരുത്. ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി അനുയുക്തമായി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവിടെ മതം വേണം, ദീൻ വേണം. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ, ഖുർആനിൻ്റെ ആശയങ്ങളെ മാറ്റി നിർത്തി മനുഷ്യനാവാൻ കഴിയില്ല. നമുക്ക് ശാസ്ത്രജ്ഞനാവാൻ പറ്റും, അറിവുണ്ടായേക്കും, പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يجرمنكم شنآن قوم على ألا تعدلوا يعدلوا هو أقرب للتقوى ولا يجرمنكم شنآن قوم على ألا تعدلوا. ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ് ആ സമൂഹത്തോട് അനീതി ചെയ്യാൻ ഒരിക്കലും നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. ഒരു വിഭാഗത്തെ, ഒരാശയത്തെ, ഒരാദർശത്തെ, ഒരു രാഷ്ട്രീയ സംവിധാനത്തെ, ഒരു മതപരമായ സംവിധാനത്തെ, ഒരു സാംസ്കാരിക സംഘടനയെ, എന്തോ ആകട്ടെ, അന്യമനുഷ്യരാവട്ടെ, നിങ്ങൾക്ക് ആരോടെങ്കിലും എതിർപ്പുണ്ട് എന്ന് വിചാരിച്ച് ആ മനുഷ്യർ ചെയ്യുന്ന നന്മകളെ നിങ്ങൾ കാണാതെ പോകരുത്. തിന്മകൾ തിന്മകളായിട്ട് കാണണം എന്ന് വിചാരിച്ച് നമുക്കിഷ്ടമില്ലാത്തത്, ഇഷ്ടമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്
എന്ന് നിങ്ങൾ പറയരുത്. അവർക്ക് അർഹിക്കുന്ന നീതി നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആൻ. ആലോചിച്ച് നോക്കി, എത്ര മനോഹരമാണത്. അപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. അല്ലെങ്കിൽ മൃഗങ്ങളാണ്. മൃഗങ്ങൾക്ക് ശത്രുത തോന്നിയാൽ തൻ്റെ പ്രതിയോഗിയെ കടിച്ച് കീറി ഇല്ലായ്മ ചെയ്യാൻ ഒരു മൃഗം നോക്കുക. മനുഷ്യനോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ, വിചാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുകയാണ്. ആ നിയന്ത്രണം നമ്മൾ അതിനെ തർബിയത്ത് എന്ന് വിളിക്കാം, തസ്കിയത്ത് എന്ന് വിളിക്കാം. നമ്മൾ നമ്മളെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരികയാണ്. റമളാൻ അതിനുള്ള അവസരമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി പിശാചിൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഇടപെടലാണ്. ആ ഇടപെടലിനെ നിങ്ങൾ അതിശക്തമായി നിരീക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നിസായിലെ വളരെ മനോഹരമായ അള്ളാഹുവിൻ്റെ ചില ആയത്തുകൾ നമ്മൾക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا لعنه الله وقال لأتخذن من عبادك نصيبا مفروضا. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലു എക്കോ എന്താ? നമ്മൾ പന്തലിട്ടുകൊണ്ടാണോ? പന്തലുകൊണ്ടാണോ? ഒരു രണ്ട് വണ്ടി മാറ്റി കൊടുക്കണേ. KL 13 S20 24, ഒരു KL 12 P 0241, KL 12 P 0241, KL 13 S20 24 വഴി തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാറ്റി കൊടുക്കണേ. സർവേശ്വരനായ സർവശക്തനായ അള്ളാഹുവിനോട് മനുഷ്യൻ വിധേയത്വം കാണിക്കുന്നത് ആ പടച്ചവന് മാത്രം വണങ്ങിക്കൊണ്ടാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്. മനുഷ്യൻ ഷിർക്ക് ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ഷിർക്കുൽ അക്ബറുണ്ട്, ഷിർക്കുൽ അസ്ഗറുണ്ട്. മില്ലത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കളയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ദായിറയിൽ നിന്ന് മനുഷ്യൻ പുറത്തായി പോകുന്ന ഒരു ഷിർക്ക് എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവിൻ്റെ പരമാധികാരത്തെ മനുഷ്യൻ അംഗീകരിക്കാതിരിക്കുമ്പോഴാണ്. പടച്ചതമ്പുരാന് മക്കളുണ്ട് എന്ന് വാദിച്ചവർ, മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞവരെ, പടച്ചവനല്ലാതെ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവർ, ഇതൊക്കെ ഇതൊക്കെ അപകടകരമായ വിശ്വാസങ്ങളാണ്. ഖുർആൻ പറഞ്ഞു, ഇൻ യദ്ഊന ഇല്ലാ ശൈത്വാനം മരീദ. അഭിശപ്തനായ പിശാചിനെയാണ് അവരാരാധിക്കുന്നത്. ഇനി പറയുന്ന പിശാച് മനുഷ്യനിൽ എങ്ങനെ ഇടപെടുന്നു എന്നത് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ് ഈ ആയത്തുകൾ പുലർന്നു കഴിയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഅനഹുല്ലാഹ് وقال لأتخذن من عبادك نصيبا مفروضا. لعنه الله. പിശാചിനെ
അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഖാൽ, അല്ലാഹുവിനോട് പിശാച് പറഞ്ഞു, വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ, വലിയ ഒരു വിഭാഗം ആളുകളെ ഞാൻ എൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകും. പിശാച് പറയാം, ഞാൻ എൻ്റെ ആളുകളാക്കി മാറ്റും പടച്ചോനെ. പിശാചിനെ കൊല്ലാൻ നമുക്ക് കഴിയില്ല. ഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് ആയുസ്സുണ്ട് എന്ന് പടച്ചവൻ പിശാചിനോട് തന്നെ പറഞ്ഞു. ഖിയാമത്ത് വരെ നിനക്ക് ആയുസ്സുണ്ട്. എന്തൊക്കെ അവൻ ചെയ്യുന്ന പറഞ്ഞെന്നറിയോ? വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബച്ചികുന്ന ആദാനൽ അൻആം വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. അല്ലാഹുവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് പിശാച് പറഞ്ഞു, വല ഉദില്ലന്നഹും, മനുഷ്യരെ മുഴുവൻ ഞാൻ വഴിവഴപ്പിക്കും. പിന്നെ അവനൊരു കാര്യം പറഞ്ഞു, നിന്റെ സച്ചരിതരായ അടിമകളെ അവരെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കി ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ നടക്കുന്ന സർവ്വ മനുഷ്യരെയും ഞാൻ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. വല ഉദില്ലന്നഹും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൻ്റെ വഴി ഏതോ ആ വഴിയിൽ നിന്ന് മനുഷ്യനെ പിശാച് അകറ്റിക്കൊണ്ടുപോകും. ഹബീബിൻ്റെ ശരീഅത്തിൽ നിന്ന്, ശിർഅത്തിൽ നിന്ന്, മിൻഹാജിൽ നിന്ന് മനുഷ്യനെ പിശാച് ഇങ്ങനെ അകറ്റിക്കൊണ്ടുപോകും. മെല്ലെ മെല്ലെ മക്കൾ നിസ്കരിക്കാണ്ടാവും. അതാണ് വിഷയം. അപ്പോൾ ജുമുഅക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടല്ലോ, പക്ഷെ ജുമുഅ നിസ്കരിക്കാൻ പറ്റും. ളുഹർ നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ, പക്ഷെ ളുഹർ നിസ്കരിക്കാൻ പറ്റുന്നില്ല. ക്യാമ്പസുകളിൽ വുളു എടുത്ത് എങ്ങനെയെങ്കിലും ഖിബിലാക്ക് തിരിഞ്ഞ് ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് നിസ്കരിക്കാൻ നോക്കുമ്പോൾ അതും മക്കൾ പറയും, അതിന് വീട്ടിൽ ചെന്നിട്ടാക്കാം. വീട്ടിലെത്തുമ്പോൾ അസറും കൂടെ ഉണ്ടാവും. അപ്പോൾ ളുഹർ ഖളാ ആയിട്ടുണ്ടാവും. ആ ഖളാഇൻ്റെ കൂടെ അസർ നിസ്കരിക്കാൻ നോക്കും, ഒന്നും മതിയല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ളുഹർ അങ്ങ് ഡ്രോപ്പായി പോകും. മെല്ലെ മെല്ലെ ളുഹർ ടൈം ടേബിളിൽ നിന്ന് ഇല്ലാതെയാകും. പാതിരാത്രികളിൽ റീൽസും യൂട്യൂബും നോക്കിയിരുന്നിട്ട്, സോഷ്യൽ മീഡിയ നോക്കിയിരുന്നിട്ട് സുബ്ഹി അങ്ങോട്ട് ഇല്ലാണ്ടാവും. മനുഷ്യനെ മെല്ലെ മെല്ലെ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണ് ഉണ്ടാവുക. വല ഉദില്ലന്നഹും, തീർച്ചയായും ഞാൻ അവരെ വഴിപിഴപ്പിക്കും. പിന്നെ പറഞ്ഞു വല ഉമന്നിയന്നഹും, വലഉമന്നിയന്നഹും, മനുഷ്യർക്ക് ഞാൻ ഇല്ലാത്ത ആഗ്രഹങ്ങൾ അവൻ്റെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുക്കും. മനുഷ്യൻ നിലവിട്ട് പറക്കുക എന്ന് പറയില്ലേ, ചെറുപ്പക്കാരങ്ങനെയാണ്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ജീവിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. കുറേ കറങ്ങി നടക്കുന്നുണ്ട്, ഓടിക്കുന്നുണ്ട് വണ്ടി, കുറേ അഡ്വഞ്ചർ ചെയ്യുന്നുണ്ട്, കുറേ പാർട്ടീസ്, കുറേ ഹാങ് ഔട്ട്, എന്തൊക്കെയോ തിന്നുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യേണ്ടത് അവർക്ക് തന്നെ അറിയില്ല. അല്ല ഉമന്നിയന്നഹും, മരണമുണ്ട്, അവസാനമുണ്ട് എന്നൊരു തോന്നലേ ഈ മക്കളുടെ മനസ്സിലേക്ക് വരാത്ത വിധം പിശാചവർക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ആഗ്രഹങ്ങൾ കഴിഞ്ഞാൽ മറ്റൊന്ന്, അനന്തമായ ആഗ്രഹങ്ങൾ, അൺലിമിറ്റഡ് ഹോപ്സ് മനുഷ്യന് ഞാൻ കൊടുക്കും. ഇത് പിശാച് പറഞ്ഞതാ. ആലോചിച്ചു, അതിനല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് നില കിട്ടുന്നില്ല എന്ന് പറയാം. എവിടെയാ നിൽക്കേണ്ടത്? എൻ്റെ ഒരു ലിമിറ്റ് എന്താണ്? ജീവിതം ഇറ്റേണലാണ്, അല്ലെങ്കിൽ ഫൈനൈറ്റാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റാണ്, അനന്തമായി നീളുന്നതാണ്. എനിക്ക് മരണമൊന്നും, ഞാൻ ഇപ്പോഴത്തൊന്നും മരിക്കൂല, എനിക്ക് കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല
എനിക്ക് ചെയ്യാവുന്നതിന് ആരും തടസ്സം നിൽക്കരുത്. എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ചെയ്യണം. ആഗ്രഹങ്ങൾ മതമായി മാറുന്ന സമയം നോക്കണം. പടച്ചവൻ്റെ നിയമമോ ശരീഅത്തോ അല്ല, എൻ്റെ ആഗ്രഹം എനിക്ക് നടത്തണം. അത് പ്രേമിക്കുന്നവൻ അങ്ങനെ, കള്ളുകുടിക്കുന്നവൻ അങ്ങനെ, ഡ്രഗ് അടിക്കുന്നവൻ അങ്ങനെ, കറങ്ങി നടക്കുന്നവൻ അങ്ങനെ, പഠിക്കാതെ നടക്കുന്നവൻ അങ്ങനെ. എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. അത് ആൺകുട്ടിയും പെൺകുട്ടിയും എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മതം എന്ന് പറയുന്ന വിധം. അതാണ് ഉമന്നിയന്നഹും. അനന്തമായ ആഗ്രഹങ്ങളുടെ ചുരുളുകൾ അഴിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അടിമകളായി ജീവിക്കേണ്ട ഈ മനുഷ്യരെ അനന്തമായ അലക്ഷ്യമായ സ്വപ്നങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഹൊറർ ഫിലിമൊന്നും കണ്ട പേടി വരാണ്ടാവും. അത് പോരാ. ചില 1-2 റിലീസുകളൊക്കെ നടന്നപ്പോഴേ വലിയ വലിയ ഹൊറർ ഫിലിമുകളൊക്കെ ചെയ്ത ആളുകൾ 1-ാം എഡിഷനും 2-ാം എഡിഷനും 3-ാം എഡിഷനൊക്കെ കൊടുത്തപ്പോഴേ അതിലൊന്നും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ലിമിറ്റ് എന്ന് പറയുന്ന സാധനത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. ഇത്രയൊന്നും പോരാ, ഇതൊന്നും മതിയായില്ല. ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ ആ മക്കൾക്ക് തന്നെ അവരോട് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് ഒരു ലിമിറ്റ് വെക്കാൻ കഴിയാത്ത വിധം മക്കൾ കുഴങ്ങാണ്. പോലെ ഉമന്നിയന്നഹും. ഈ കാലഘട്ടത്തിൻ്റെ വിഷയം അതാണ്. അനന്തമായ ആഗ്രഹങ്ങൾ. കൊച്ചുകുട്ടിയോടൊരു വാഹനം മേടിക്കല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടി ഏറ്റവും മാർക്കറ്റിൽ വിലപിടിപ്പുള്ള വാഹനം കൊണ്ടുവന്നിട്ട് വാപ്പയോട് പറയും, വാപ്പ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കാറ് വാങ്ങിച്ചോ. വീടും പറമ്പും മഹല്ല് മൊത്തം വിറ്റാലും കിട്ടാത്ത വാഹനങ്ങളാണ് ഈ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് ഇതാ വരുന്നത് അനന്തമായത്. വലആമുറന്നഹും, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, ഞാൻ അവരോട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, ഇന്നത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട്. ഫലയുബത്തികുന്ന ആദാനൽ അൻആം, മൃഗങ്ങളെ ബലി കഴിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ബലിദാനം നടത്തിയിരുന്നു. പരിശുദ്ധ കഅബാലയത്തിലേക്ക് ബലിദാനം കൊണ്ടുവന്നിരുന്ന മൃഗങ്ങളുണ്ടായിരുന്നു ജാഹിലിയ്യ കാലത്തു തന്നെ. ആ മൃഗങ്ങളുടെ ചെവികൾ മുറിച്ച് അല്ലെങ്കിൽ ചെവികളിൽ അടയാളപ്പെടുത്തി മൃഗങ്ങളുടെ രൂപത്തിൽ അല്ലാഹു പടച്ച അവയുടെ ആ രൂപത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങും അവർ. അൻആം എന്നത് വലിയ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. അൻആം അന്ന് ജനങ്ങൾ വാഹനമായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കൂടിയാണ്. മനുഷ്യൻ ഉപയോഗിക്കുന്ന, മനുഷ്യൻ്റെ മൊബിലിറ്റി, യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിലൊക്കെ ചില സ്റ്റിക്കറുകൾ വന്നു തുടങ്ങും. ആ വാഹനങ്ങൾക്ക് ചില ഡിസൈനുകൾ വരും. ആ വാഹനങ്ങളുടെ പിറകിൽ ചില വേർഡുകൾ, ചില പരാമർശങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ആ വാഹനങ്ങളുടെ രൂപങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ മാറ്റങ്ങളോ ചില പൈശാചികതയിലേക്ക് തോന്നിപ്പിക്കുന്ന ചിന്തകൾ. അങ്ങനെയൊക്കെ ഇതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതല്ല, അതിനപ്പുറം ഇനി പറയുകയാണ്, വലആമുറന്നഹും, വീണ്ടും പറഞ്ഞു, പിശാച് പറയാൻ, ഞാൻ മനുഷ്യനോട് നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, പടച്ചവന്റെ സൃഷ്ടിപ്പിനെ മനുഷ്യൻ മാറ്റിത്തുടങ്ങും. അതാണ് പിശാച് ചെയ്യുന്ന ഏറ്റവും സീരിയസ്, മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പിശാചിൻ്റെ വൃത്തി. മനുഷ്യ ശരീരത്തിൽ പടച്ചതമ്പുരാൻ വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ പെർമനൻറ്റുകളായിട്ടോ സെമി പെർമനൻറ്റുകളായിട്ടോ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു ആണിന് ഒരു പെണ്ണായി മാറാനുള്ള സർജറികൾ ഇന്ന് ലഭ്യമാണ് മാർക്കറ്റിൽ. അള്ളാഹുവിൻ്റെ ഖൽഖിനെ മാറ്റി, പിശാചിൻ്റെ പച്ചയായ പണിയാണിത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റിമറിക്കും.
സ്ത്രീയായി ഒരു സ്ത്രീലിംഗമുള്ള ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ഒരു മനുഷ്യൻ ആണും പെണ്ണുമാകുന്നത് അവരുടെ വിസർജ്യ സ്ഥാനത്തെ നോക്കിയിട്ടാണ്. അൽഹഖിൽ മാല ബിൽ മബാൽ എന്ന് പറയും. മനുഷ്യൻ മൂത്രൊഴിക്കുന്നത് ആ അവയവത്തിനനുസരിച്ചാണ് ജെൻഡർ നിർണ്ണയിക്കപ്പെടുക എന്നാണ് ശരീഅത്തിന്റെ വീക്ഷണം. പ്രത്യക്ഷത്തിൽ കാണാൻ എന്തായിക്കോട്ടെ, അതൊരു പരീക്ഷണമാണ്. അസുഖങ്ങൾ ഉണ്ടാകുന്നില്ലേ, ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നില്ലേ മനുഷ്യന്? അതുപോലെ മനുഷ്യൻ മറച്ചു പിടിക്കേണ്ട ഒരു പരീക്ഷണമാണത്. മനുഷ്യൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, മുഖത്ത് എന്തൊക്കെ സർജറികൾ വേണ്ടി വരുന്നുണ്ട് ചില ആളുകൾക്ക്. ഡിഫക്റ്റുകൾ ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്യോ? ഇല്ല, അത് ആഘോഷിക്കാനുള്ളതല്ല. അത് മനുഷ്യൻ ഹൈഡ് ചെയ്ത് അവനവൻ്റെ ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. പക്ഷെ അത് മാറിയിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മനുഷ്യൻ മാറ്റി തുടങ്ങും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. ടാറ്റു ചെയ്യുന്നത്, പച്ചകുത്തുക എന്ന് പറയില്ലേ, സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനെ കുറിച്ചോ മൈലാഞ്ചിയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. പെർമനൻ്റായിട്ട് മനുഷ്യൻ്റെ ചോരയിലൂടെ മരുന്ന് കയറ്റിയിട്ട് മനുഷ്യൻ്റെ സ്കിന്നുകളിൽ വ്യത്യസ്തങ്ങളായ ഷേപ്പുകൾ, രൂപങ്ങൾ, എഴുത്തുകൾ പച്ച കുത്തുന്ന പരിപാടി, ടാറ്റു ചെയ്യാന്ന് പറയില്ലേ, അത് ഹറാമാക്കിയൊരു കാര്യം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുകയാണ് എന്നതിന് പറയാം. അപ്പം കഴുത്തിലും കയ്യിലും കാലിലും സൈഡിലും നെറ്റിയിലും മുഖത്തും മനുഷ്യന് കാണാൻ പാടില്ലാത്തിടത്തും ഒക്കെ ടാറ്റൂകൾ ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പടച്ചവൻ തന്ന സ്കിൻ കളർ ഞാൻ മാറ്റിയിരിക്കുന്നു, കണ്ടോളൂ. എൻ്റെ ടാറ്റുവിന് ഇത്ര ലക്ഷം വിലയുണ്ട്, കണ്ടോളൂ. ഇങ്ങനെ ടാറ്റു പോലെയുള്ള പെർമനൻറ്റ് ചേഞ്ചുകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഈ ട്രെൻഡുകൾ പിശാചിൻ്റെ വൃത്തികളിലെ ഏറ്റവും വൃത്തിഹീനമായ പ്രവൃത്തികളാണെന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. وَلَأُضِلَّنَّهُمْ وَلَأُمَنِّيَنَّهُمْ وَلَآمُرَنَّهُمْ فَلَيُبَتِّكُنَّ آذَانَ الْأَنْعَامِ وَلَآمُرَنَّهُمْ فَلَيُغَيِّرُنَّ خَلْقَ اللَّهِ وَمَنْ يَتَّخِذِ الشَّيْطَانَ وَلِيًّا مِّن دُونِ اللَّهِ فقد خسر خسرانا മുബീനാ. മനുഷ്യനിൽ പെർമനന്റ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, പെണ്ണുങ്ങളൊക്കെ ഐബ്രോസ് ഒക്കെ പെർമനന്റ് ആയിട്ട് പെയിന്റ് ചെയ്ത് വെക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ട ഒറിജിനലാന്ന് വിചാരിക്കും, ഇവിടെ സംഗതി പെയിന്റ് അടിച്ചതാണ്. പക്ഷെ അത് കാലങ്ങളോളം നിലനിൽക്കും. അപ്പം മരണം വരെ നിലനിന്ന് വരും. എന്ത് നമ്മുടെ ശരീരത്തിൽ കാലങ്ങളോളം നിലനിൽക്കുന്നുവോ, പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റം നമ്മുടെ സ്കിന്നിൽ വരുത്തുന്നുണ്ടോ, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ രൂപത്തിൽ, ആണ് പെണ്ണാകുന്നതും പെണ്ണാണാകുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും മൂർത്തീഭാവമാണ്. നമ്മളതിനൊക്കെ എത്ര ലാഘവത്തിലാണ് കാണുന്നത്. ലൈക്ക് അടിച്ചു കൊടുക്കുകയാണ്. എല്ലാ കോമാളിത്തരത്തിലും നമ്മൾ സപ്പോർട്ടാണ്. നമ്മുടെ മഫ്തട്ട കുട്ടികളും മഫ്തടാത്ത കുട്ടികളും ഒക്കെ സപ്പോർട്ട്.